ഞാനാണ് ആദ്യം. കടിച്ചെടുക്കണം. എങ്ങനെ കടിച്ചെടുക്കണം? കോയിന് താഴെ പോയാൽ ഔട്ടാണ്. മാവ് ഊതി കളയാം, തിന്നാം, തിന്നിറക്കാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടം. ഓക്കെ, ആദ്യം ആരെടുക്കുന്നോ അവരാണ് ഈ ഫസ്റ്റ് ബിസിലിന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കൈ അതിനകത്ത് തൊട്ടുകൂടാ. തട്ടിക്കളഞ്ഞൂടാ. മാവ് പുറത്ത് തട്ടിക്കളഞ്ഞൂടാ. ഊതി കളയുക മാത്രം. ആ രണ്ട് കൈ അനങ്ങാതിരുന്നാണ് കുളിക്കരുത്. എല്ലാവരും റെഡിയാണോ? റെഡിയല്ലേ? ഞാനാണ് ആദ്യം. കയ്യിരിക്കുന്ന മാവിനകത്ത് കോയിനുണ്ട്. കോയിൻ എടുക്കുക. കൈ ഉപയോഗിക്കാൻ പാടില്ല. ഊതി കളയാം, കഴിക്കാം, എന്തുവേണം ചെയ്യാം. കടിച്ച പൈസ കടിച്ചോണ്ട് ഫ്രണ്ടിലോട്ട് ഇറങ്ങി വന്നാൽ മതി. ടൈമർ വെച്ചിട്ടുണ്ട്. ടൈം ഒരാളെടുത്തിട്ടുണ്ട്. രണ്ടുപേരെടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടുണ്ട്. റെഡിയല്ലേ? കാണികളൊക്കെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചെടുക്കാം. റെഡിയല്ലേ? അങ്ങനെ ചുമ്മാ പൈസ കൊണ്ടുപോകാന്ന് വിചാരിച്ച ഒരാളെടുത്തിട്ടുണ്ട്. സുമ ജഡ്ജസിനെ മാവിട്ട് കൊല്ലാനാണ് നോക്കുന്നത്. എല്ലാരും നടുക്കിട്ട് നോക്കി. നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ഗുരുവായൂരപ്പന്റെ തിരുവമൃതത്തിന് ഉരുളി നിറച്ചും പാൽച്ചോറ് വെച്ചു, കദളിപ്പഴം വെച്ചു, പഞ്ചാര നേരിച്ചു, തുളസിപ്പൂ കൊണ്ടു ഞാൻ പൂജിച്ചു. ഭഗവാനിതന്റെ കഴിക്കാത്ത് ഒരു പഴം പോലും എടുക്കാത്ത്, പുത്തരി വേവാഞ്ഞോ മധുരം പോരാഞ്ഞോ, അച്ഛൻ്റെ കൈ കൊണ്ടു നേദിക്കാനോ, ഉരുളയുരുട്ടി തരാഞ്ഞിട്ടോ മടിയിലിരുത്തി തരാഞ്ഞിട്ടോ, പൂജ പിഴച്ചിട്ടോ മന്ത്രം പിഴച്ചിട്ടോ പൂജാരിയായി ഞാൻ വന്നിട്ടോ, ഒരു വറ്റുപോലും കഴിക്കാതിരുന്ന തിരുവയറയ്യോ വിശക്കൂലേ, പൊന്നുണ്ണി കണ്ണന്റെ കൈ കൊണ്ടുരുളയുരുട്ടി തുണ്ണുന്നതൊന്നു ഞാൻ കണ്ടോട്ടെ, കണ്ടോട്ടെ, കണ്ടോട്ടെ.
കൈ തൊടാതെ കുപ്പിയിൽ പെൻസിൽ എടുക്കുന്നു. അപ്പൊ പേനയാണ്. ഇനി മറ്റൊരു ചേട്ടൻ, ആ ചേട്ടൻ ജയിച്ചിട്ട് അവിടെ പോയിട്ട് ആ ചേട്ടൻ ഇരുന്നാണ് അവിടെ പോയി. ആ ചേട്ടനാണ് ജയിച്ചത്. ഇപ്പൊ ജയിച്ചത് അർജുൻ ചേട്ടനാണ്. അടുത്ത ചേട്ടൻ വരും. ആ ചേട്ടൻ കുപ്പിയില് പെൻസിൽ ഇറക്കുന്നു, പേനയാണ് ഇറക്കുന്നത്. അപ്പം ആ പെൻസിൽ ഇറക്കിയിട്ട് ഇപ്പൊ ജയിച്ചത് അനന്തകൃഷ്ണനാണ്. ഈ ചേട്ടനാണ് ജയിച്ചത്. അടുത്തൊരു ഓളം കളി, അതായത് പിന്നെ വരെ ലൈ. ഇപ്പം ബലൂണ് ചവിട്ടി അടിക്കണതാണ്. ബലൂണ് ചവിട്ടി അടിക്കണ അവർക്ക് പ്രൈസ് ആണ്. അപ്പൊ അവര് ജയിക്കും. ചാനലില് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോക്ക് പിന്നെ കാണാം.